ഈ ചിരട്ടത്തുമ്പോ ഒരു ശബ്ദം ഉണ്ടല്ലേ, വിഷുവിന് തലച്ചക്രം കറങ്ങണ മാതിരി. നീ ഉണ്ടിക്ക് പഠിക്കാണ്ടത് വെള്ളം വെച്ച് കെടുത്താ നോക്കി. തേക്കാനത് മതിയാ? കെടുത്തട്ടെ? മതി മതി, നീ അത് കെടുത്തിയ. അവന്റെ യൂണിഫോം എന്തെങ്കിലും തേക്കണ്ട. ഉണ്ണിടമ്മേ, എന്തോ ഉണ്ണിണ്ടില്ലേ? അവനെ നീറ്റില്ലടാ. അതെയാ? അവനെപ്പോ വിളിച്ചാലോ? കൊറേ നേരം കിടന്നുറങ്ങണു. അത് ശരിയാ, ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ അവൻ. നീ ഒന്ന് പോയി വിളിച്ചു നോക്കിയേ. നീറ്റോ? നീ കണ്ട നീ വാ വാ, നീ ഉറങ്ങിയില്ലേ? നിങ്ങല്ല കുഴപ്പമുണ്ടോ? കണ്ണൻ ചേട്ടോ, മുക്കട ശരിക്കും മുക്ക് മുക്കി നോക്ക്, അപ്പൊ പോവും. പോയാ പോയാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ അറിയണ തന്നെ അല്ലല്ലേ? അതേല്ലേ. എന്നിട്ട് കണ്ണൻ വണ്ടി ശരിയാക്കിയ? ഇന്നലെ ഞാൻ മഞ്ജുള ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഞ്ജുള ഞാൻ നമ്മ വിചാരിക്കുന്ന ആളട്ടെ മോനെ, വലിയ കണ്ടുപിടുത്തക്കാരനാ. ആ, മഞ്ജുള ഞാൻ വീട്ടിൽ മുഴുവനേ വണ്ടി ശരിയാക്കണ സാധനങ്ങളാ. തീ കത്തിട്ട് കറങ്ങണ ഫാമരി ഉണ്ട്. ആ, എന്നിട്ട് വണ്ടി ശരിയാക്കി തന്നാ? അത് മാത്രം ആൾക്കറിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടേ ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് വണ്ടി എങ്ങനെ ശരിയാക്കി? നീ ആ, നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാ. ശരിയാക്കി തരോ? അതേല്ലേ? എന്തരാ? അയ്യോ കണ്ണൻ ചേട്ടാ, എനിക്ക് വീണു വന്നു. കണ്ണാ, 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 ഈ ചെക്കൻ ഇത് എവിടെ പോയി? കണ്ണുണ്ടോ അവിടെ? ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ചെക്കൻ പല്ല് വെച്ച് രാവിലെ മോറ് കഴുകാണ്ട് കിടക്കുക. ഇന്നലെ ആണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല. എന്തു പറ്റിയാവോ? അല്ല, നാരായണിയമ്മനെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യ, ഇന്നലെ പനിയാ. കുറവില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം. എനിക്ക് തോന്നി എന്തോ വയ്യാണ്ടെന്ന്. കണ്ണാ, ഇന്നലെ തൊട്ട് നോക്ക ഈ ചക്ക തരാൻ. ഈ വയ്യാണ്ടിരിക്കുമ്പോ എന്തിനാ ചക്ക? സമയമാണല്ലോ, സാരില്ല. പറഞ്ഞുകൊടുക്കും. കണ്ണാ, നീ ഇതെവിടെയായിരുന്നു? എന്തമ്മ? പല്ല് വെച്ചടാ നീ. ആ, ഇത് വെച്ചോ, ഇന്ന് തന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്ക്. വേണ്ട, കാശിലായിട്ട് ഇത് വെച്ചോ, ഇത് കയ്യിൽ വെക്ക്. അന്യന്മാരല്ലോ, മേടിച്ചോ, കടയിട്ട് കൂട്ടിയാ മതി. നീ കാരണ എനിക്ക് അറിയിട്ടേ അല്ലയോ കിട്ടിയില്ല. അയ്യോ, ഇതാ പിള്ളേർക്കുള്ളതാ. അളിയാ അതൊക്കെയല്ലോ. മഞ്ജു വരും. എടി മഞ്ജുവോളെ, വാ 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 വാ. എടുത്തോ, താഴത്ത് കളയട്ടാ. എന്താടാ? ഞാനിരിക്കട്ടെ. എല്ലാരും കിട്ടിയില്ലേ? ഇതിന്റെ കുരു വയറ്റി പോയാലേ മുളച്ച് ചെടിയാവും. ഡാടാ, വേണ്ടെന്നും പറഞ്ഞു കൊടുക്കല്ലേ നീ. ഇന്നെന്താ ക്രിക്കറ്റ് കളിയൊന്നുമില്ല? പന്തോട്ടി. എടാ, പന്ത് പൊട്ടിയെങ്കിൽ പൊട്ടിയ പന്ത് വെച്ച് ഏറും പന്ത് കളിക്കണം. നമുക്കൊന്ന് പിടിച്ചടിച്ചാലോ മഞ്ജുളേട്ടാ? അതൊന്നും വേണ്ട. ഞാൻ ഒന്നല്ല മഞ്ജുലേട്ടാ, അവനാണ്. അവനാള് ശരിയല്ല, അവൻ പ്രശ്നാ. കഴിച്ചോ? പന്ത് കാണിച്ച്. ഇതിന്റെ അകത്ത് കല്ലുപ്പുണ്ട്. പന്ത് വാങ്ങുമ്പോ നോക്കിട്ട് വാങ്ങണം. ചേട്ടൻ കാശ് വരും, ഞങ്ങൾ കുലുക്കി വാങ്ങിക്കാം. തരാടാ. എടാ, ഈ വാങ്ങിച്ച കളികളൊക്കെ എന്നാ ഉണ്ടായത്? ഞങ്ങൾ പണ്ട് ഈ പന്ത് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ സൈക്കിളിൻ്റെ ട്യൂബില്ലേ, അതിങ്ങനെ മുറിച്ച് റബ്ബർ ബാൻഡ് പോലെ ആക്കി അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി നമ്മൾ പന്തുണ്ടാക്കും. അത് കുത്തിയാ പൊന്തോ? ആ, പൊന്തോന്നാ. എടാ, ഭയങ്കര സ്പീഡാ. ഒരൊറ്റ അടി അടിച്ചാൽ അങ്ങനെ പറക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണം. മഞ്ജുലോട്ടം കുറെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യം. അല്ല, മഞ്ജുലോട്ടം ശരിക്കും പണി. എടാ, ഞാനവിടെ ഒരു വലിയ കമ്പനിയിൽ കണക്കൂട്ടില്ല. ഒരു പൊട്ടപ്പണി. അത്യാവശ്യം കാശ് കുറച്ച് കിട്ടും, പക്ഷെ ഒരു പേട്ടപ്പണിയാണ്. അപ്പൊ വണ്ടി ശരിയാക്കലല്ലേ? എടാ, അത് ആഗ്രഹം.
ഇത് തലവര. ആ മഞ്ജുളേട്ടാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ തലയിലത്തെ ചുഴിയില്ലേ, അത് നോക്കിയേ നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. നീ തലയങ്ങൾ കൊണ്ടുവന്നേ നോക്കട്ടെ. ചേട്ടന്റെ കാണാൻ നിനക്ക് ഓർമ്മ നിനക്ക് എന്തായാലും ഒരു കല്യാണം കഴിക്കാം. എനിക്ക് 3 ഉണ്ട് കേട്ടാ. 3 അല്ല 30. തലയിലുള്ള വട്ടച്ചൊലയുടെ പാടൊന്നും ചൂടിയല്ലാട്ടാ. മഞ്ജുള ചേട്ടോ, എന്റെ അച്ഛൻ മോറിലാണ് മഞ്ജുള ചേട്ടൻ കഥ എഴുതുന്ന. അതെ, അച്ഛൻ പണ്ട് നാടക കഥകൾ എഴുതായിരുന്നു. അതുകൊണ്ട് പണ്ട് കഥകൾക്ക് വലിയ പഞ്ഞില്ലായിരുന്നു. ഇത് വെറുതെ പന്തും പൊട്ടിരിക്കല്ലേ. മഞ്ജുളൻ ചേട്ടനൊരു കഥ പറ. പക്ഷേ പുളു കഥ വേണ്ടട്ടാ. പുളു അല്ലാത്ത കഥ. അപ്പം ഏത് കഥ പറയും? അങ്ങനെയാണെങ്കിൽ ഒരു ഭൂതത്തിന്റെ കഥ പറയാം. അയ്യേ, ഭൂതത്തിന്റെ കഥയല്ലേ? ആ കഥക്ക് എനിക്കറിയാം. ഇത് നിനക്ക് അറിയാത്ത ഭൂതത്തിന്റെ കഥ. ഒരിക്കൽ ഒരിടത്ത് ഒരു വലിയ പുഴയുടെ തീരത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ പുഴ വഴി ഒരു ഭൂതം ചെറിയ വഞ്ചിയിൽ അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അതാ പുഴയുടെ തീരത്ത് 2 കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഒരു ഉണ്ണിമോനും ഒരു ഉണ്ണിമോളും. ഭൂതത്തെ കണ്ടതും ഉണ്ണികൾ പേടിച്ചു. അവരവരുടെ അമ്മയുടെ അരികിലേക്ക് ഓടി. ഭൂതം കൊണ്ടോ വിടാൻ വഞ്ചിയെ കരക്കടുപ്പിച്ച് അമ്മയെ ചേർത്ത് പിടിച്ച് പേടിച്ചു നിൽക്കുന്ന ഉണ്ണികളെ തന്നെ ലക്ഷ്യമാക്കി ചിലമ്പണിഞ്ഞ കാലുകളുമായി ഭൂതം ഉണ്ണികളുടെ വീട്ടിലേക്ക് നടന്നു കയറി. അപ്പുറത്ത് വയ്യാതെ അവശനായിരിക്കുന്ന ഉണ്ണികളുടെ അച്ഛനെ അവഗണിച്ച് ഭൂതം അരക്കെട്ടിൽ നിന്നൊരു ചുവന്ന കിഴി പുറത്തെടുത്തു. എന്നിട്ട് ഉണ്ണികളെ ഭൂതത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. പക്ഷേ ഒരു ഭൂതത്തിനും തങ്ങളെ അമ്മ വിട്ടുകൊടുക്കില്ലെന്ന് ഉണ്ണിക്ക് നല്ല ഉറപ്പായിരുന്നു. അവൻ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നു. ഭൂതം പിന്മാറിയില്ല. അമ്മയുടെ മടിയിലേക്ക് വീണുകൊണ്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അമ്മ ഒന്ന് പതറി. അപ്പൊ അതാ ആ തക്കത്തിന് ഉണ്ണിമോന്റെ കൈകളിൽ ഭൂതം കയറി പിടിച്ച് വലിച്ചു. ഉണ്ണി പേടിയോടെ കരഞ്ഞുകൊണ്ട് അമ്മയെ കൂടുതൽ ചേർന്നു നിന്നു. അമ്മ കണ്ണീർ ആയുധമാക്കി. എന്നിട്ടും ഭൂതം പതറിയില്ല. ഒരു ഉണ്ണിയെങ്കിലും ഇല്ലാതെ മടങ്ങില്ലെന്ന് ഉറച്ച് കോപം പൂണ്ടു നിൽക്കുകയായിരുന്നു ഭൂതം. അമ്മയുടെ കൈകളിൽ നിന്ന് ഉണ്ണിയുടെ കൈകൾ പതിയെ നഷ്ടമായി. ഉണ്ണുമോൻ ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടു. എന്നിട്ടും അമ്മ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഉണ്ണിമോന്റെ മേലിൽ നിന്ന് പിൻവലിച്ച അതേ കൈകൾ കൊണ്ട് അമ്മ അപ്പോൾ സ്വർണ്ണ നാണയങ്ങളെയും ഉണ്ണിമോളെയും ചേർത്ത് വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. ആ കാഴ്ച ഉണ്ണിമോനൊരു ഞെട്ടലായിരുന്നു. ഭൂതം അപ്പോൾ അവനെ കൂടുതൽ ശക്തിയിൽ വലിച്ചു നടത്തി വഞ്ചിയിൽ കയറ്റി. എന്നിട്ടും അമ്മ അവന് പുറകെ കരഞ്ഞുകൊണ്ട് ഓടി വന്നില്ല. അമ്മയ്ക്ക് തന്നെ വേണ്ടേ? അവന് ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടതിലും വലിയ സങ്കടം അതായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചതുപോലും അറിയാതെ അമ്മ അവനെ അത് അറിയിക്കാതെ അവൻ ഭൂതത്തിനൊപ്പം യാത്രയായി ഭൂതങ്ങളുടെ നാട്ടിലേക്ക്.